ഫർദ് നമസ്കരിച്ചു കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് സുന്നത്ത് നമസ്കരിക്കുവാൻ പാടുണ്ടോ? പലരും പാടില്ല എന്ന് പറയുന്നു. എന്താണ് യാഥാർത്ഥ്യം? ഇൻഷാ അള്ളാഹ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനാണ് നാം ശ്രമിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് നേതൃത്വം നൽകി ജുമാ നമസ്കാരം കഴിഞ്ഞപ്പോൾ സായിബ് റളിയല്ലാഹു അൻഹു താബിഇയാണ്, അദ്ദേഹം ജുമാ നമസ്കരിച്ച അല്ലെങ്കിൽ ഫർദ് നമസ്കരിച്ച അതേ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് സുന്നത്ത് നമസ്കരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഇദാ സ്വല്ലൈതൽ ജുമുഅത, താങ്കൾ ജുമുഅ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഫലാ തസിൽഹാ ബിസ്വലാത്തിൻ, അതിനോട് മറ്റൊരു നമസ്കാരം ചേർക്കരുത്. ഹത്താ തകല്ലമ, ഒന്നെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഔ തഖ്റുജ, പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നത് വരെ, അല്ലെങ്കിൽ ആ സ്ഥലം മാറുന്നത് വരെ. അപ്പോൾ ഇവിടെ മഹാനായ പ്രഗത്ഭനായ സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നത് ജുമുഅ നമസ്കരിച്ചു കഴിഞ്ഞാൽ അത് മറ്റു നമസ്കാരങ്ങൾക്കും ബാധകമാണ്, അതിനോട് മറ്റൊരു സുന്നത്ത് നമസ്കാരം ചേർക്കരുത്. ഒന്നെങ്കിൽ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, കാരണം നമുക്കറിയാം നമസ്കാരത്തിൽ സംസാരം പാടില്ല. അപ്പോൾ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിൻ്റെ ഒരടയാളമാണ് മറ്റുള്ളവരോട് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ നേരത്തെ നമസ്കരിച്ച ആ നമസ്കാരത്തിൽ നിന്നുള്ള നമ്മുടെ ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടതിൻ്റെ വ്യക്തമായ അടയാളമായി. അല്ലെങ്കിൽ ഔ തഖ്റുജ, നീ പുറത്ത് കടക്കുന്നത് വരെ. അവിടെ ഉദ്ദേശം ഒന്നുകിൽ നമസ്കരിച്ച സ്ഥലത്ത് നിന്ന് മാറുക, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് തന്നെ പുറത്തുപോയി വീട്ടിൽ വെച്ചോ മറ്റോ നമസ്കരിക്കുക. നമസ്കരിച്ച സ്ഥലത്ത് നിന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. ഇത് അദ്ദേഹം സ്വന്തം നിലക്ക് പറഞ്ഞതല്ല. അദ്ദേഹം പറയുകയാണ്, ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമറനാ ബിദാലിക്, കാരണം അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളോട് ഇത് പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക കൽപ്പനയാണ്, പ്രത്യേക നിർദ്ദേശമാണ്. നിങ്ങൾ നമസ്കരിച്ച സ്ഥലത്ത് നിന്ന് തന്നെ സുന്നത്ത് നമസ്കരിക്കാതെ, ഒന്നുകിൽ ആരോടെങ്കിലും സംസാരിച്ചതിന് ശേഷം അതേ സ്ഥലത്ത് നിന്ന് നമസ്കരിക്കുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് വേണം സുന്നത്ത് നമസ്കരിക്കാൻ. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് കൽപ്പിച്ചത്? അല്ലാ തൂസല സ്വലാത്തുൻ ബി സ്വലാത്തിൻ ഹത്താ നതകല്ലമ ഔ നഖ്റുജ, ഒരു നമസ്കാരത്തോട് മറ്റൊരു നമസ്കാരം ചേർക്കരുത്, ഒന്നെങ്കിൽ സംസാരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് പുറത്ത് കടക്കുന്നത് വരെ, അല്ലെങ്കിൽ മാറുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസ് ഈ വിഷയത്തിൽ നമുക്ക് വ്യക്തമായ തെളിവ് നൽകിക്കഴിഞ്ഞു. നമ്മൾ ഫർദ് നമസ്കരിച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കരിക്കാതെ മറ്റൊരിടത്തേക്ക് മാറി സുന്നത്ത് നമസ്കരിക്കുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. ഇനി ഏതെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അയാൾ അവിടെ തന്നെ നിന്ന് നമസ്കരിച്ചത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചാൽ ഖൈറാണ്. അതെന്താണത്? ഒന്നുകിൽ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുക, അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ശരീരം ഒന്ന് തിരിക്കുക, ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുക. കാരണം നമസ്കാരത്തിൽ അത് പാടില്ലല്ലോ. അപ്പോൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ നമസ്കരിച്ച സ്ഥലത്ത് നിന്ന് ഒരല്പം മുന്നോട്ട് നീങ്ങുകയോ, എന്നിട്ട് ശേഷം വീണ്ടും പിറകോട്ട് വന്ന് നമസ്കരിച്ച സ്ഥലത്തേക്ക് തന്നെ വന്ന് നിൽക്കുക. സുജൂദിൻ്റെ ഭാഗത്തേക്കൊന്ന് നടന്ന് വീണ്ടും പിറകിലേക്ക് വരിക. കാരണം വേറെ എങ്ങോട്ടും ചലിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളപ്പോൾ. എന്നാൽ അത്തരം സാഹചര്യങ്ങളൊന്നുമില്ലെങ്കിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, ഏറ്റവും ഖൈറായിട്ടുള്ളത് ഒന്നുകിൽ ആരോടെങ്കിലും സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് തന്നെ നമസ്കരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കൊണ്ട് നമസ്കരിക്കുക. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലയും ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഇവരെല്ലാം തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അയഅജിസു അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്ക് വല്ല പ്രയാസവുമുണ്ടോ? ഇദാ സ്വല്ല, അവർ നമസ്കരിച്ചാൽ അഥവാ ഫർള് നമസ്കരിച്ചാൽ, അൻ യതഖദ്ദമ ഔ യതഅഖറ, ഒന്നുകിൽ മുന്നോട്ട് നിൽക്കുക, മുന്നിലെ സഫിലേക്ക് നിൽക്കുക, അല്ലെങ്കിൽ ഔ യതഅഖറ, പിറകിലെ സഫിലേക്ക് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഔ അൻ യമീനിഹി, താൻ അതുവരെ നമസ്കരിച്ചതിൽ നിന്ന് മാറി
വലതു ഭാഗത്തേക്ക് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഔ അൻ ഷിമാലിഹി, അല്ലെങ്കിൽ ഇടതു ഭാഗത്തേക്ക് മാറി നിൽക്കുക. എന്നിട്ട് അവിടെ വെച്ച് എന്ത് ചെയ്യുക? സുബഹ നമസ്കരിക്കുക, അഥവാ സുന്നത്ത് നമസ്കരിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് മാറി മുന്നിലെ സഫിലേക്ക് മാറി സുന്നത്ത് നമസ്കരിക്കുക, അല്ലെങ്കിൽ പിറകിലെ സഫിലേക്ക്, അല്ലെങ്കിൽ വലതുഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഇടതുഭാഗത്തേക്ക്, ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറുക. അതല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് തന്നെ പോയി വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണെങ്കിൽ അതാണ് ഏറ്റവും ഖൈർ. വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പ്രത്യേകം രേഖപ്പെടുത്തി, വ അഫ്ളലുഹു അത്തഹവ്വുലു ഇലൽ ബൈത്ത്, ഏറ്റവും ഖൈർ വീട്ടിലേക്ക് പോയി സുന്നത്ത് നമസ്കരിക്കലാണ്. കാരണം ഫർള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വ ഇല്ലാ ഫമൗദിഉൻ ആഖർ മിനൽ മസ്ജിദി ഔ ഗൈരിഹി ലിയക്സുറ മവാദിഉ സുജൂദിഹി, അല്ലെങ്കിൽ പള്ളിയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലത്തേക്കോ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കോ മാറി നിൽക്കുക. സുജൂദ് ചെയ്ത സ്ഥലങ്ങൾ അതോടുകൂടി വർദ്ധിക്കുകയും ചെയ്യും. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത്രയും സുജൂദ് ചെയ്ത സ്ഥലങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഹാദ നിൽക്കും, സാക്ഷ്യം നിൽക്കുമെന്നാണ്. അതുകൊണ്ട് സുജൂദ് ചെയ്ത സ്ഥലങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും അതിനുണ്ട് എന്നൊക്കെ ചില പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഏതായിരുന്നാലും ശരി, ഷാഫി മദ്ഹബിലെയും മറ്റു മദ്ഹബിലെയും പണ്ഡിതന്മാരൊക്കെ നമുക്ക് വളരെ വ്യക്തമാക്കി പഠിപ്പിച്ചു തരുന്ന കാര്യം, ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഫർള് നമസ്കരിച്ച അതേ സ്ഥലത്ത് നിന്ന് തന്നെ സുന്നത്ത് നമസ്കരിക്കുന്നത് നല്ലതല്ല. ഇനി ആരെങ്കിലും അങ്ങനെ നമസ്കരിച്ചാൽ ആ നമസ്കാരം ബാത്തിലൊന്നുമല്ല, ആ നമസ്കാരം ബാത്തിലായി പോവുകയില്ല. ആ വ്യക്തി സലാം വീട്ടി പിന്നീട് എഴുന്നേറ്റ് നിന്ന് തൻ്റെ നിയ്യത്ത് മാറ്റി സുന്നത്ത് നമസ്കരിക്കുന്ന കാലത്തോളം ആ നമസ്കാരം ബാത്തിലല്ല, അത് സ്വീകരിക്കപ്പെടാതിരിക്കുന്നൊരവസ്ഥയില്ല. എന്നാലും ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ആ സ്ഥലം മാറലാണ്. മുന്നോട്ടോ പിറകിലോട്ടോ വലതുഭാഗത്തോട്ടോ ഇടതുഭാഗത്തോട്ടോ മാറുക. അല്ലെങ്കിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് വീട്ടിൽ പോയി സുന്നത്ത് നമസ്കരിക്കുക. ഇനി അവിടെ തന്നെ നിന്ന് നമസ്കരിക്കലാണ് നിർവാഹമുള്ളൂ എന്ന സന്ദർഭമാണെങ്കിൽ ഒന്നുകിൽ ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുക. അതിനും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് സുജൂദിൻ്റെ ഭാഗത്തേക്കൊന്ന് നടന്നതിന് ശേഷം പിറകിലേക്ക് വരിക. അല്ലെങ്കിൽ പിറകോട്ടും ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ ഒന്ന് തിരിഞ്ഞ് നമ്മളുടെ ചലനത്തിലൂടെ ആ സ്ഥലം മാറിയതായി ഭാവിച്ചുകൊണ്ട് നമുക്കവിടെ നിന്ന് തന്നെ നിവൃത്തിയില്ലാത്ത സന്ദർഭത്തിൽ നമസ്കരിക്കുകയും ചെയ്യാം. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.